പറ്റിയിട്ടുള്ള ഇമേജ് ഇപ്പൊ വ്യക്തമായതാണല്ലോ. നേരിട്ട് ഇടപെടാതെ ദേഷ്യം വന്നു എന്ന് പറഞ്ഞു. ആ വർക്ക് ചെയ്ത സമയങ്ങളിൽ ദേഷ്യം വന്നിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഞാൻ ആസ് എ ഫ്രണ്ട് വളരെ ഓപ്പൺ ആയിട്ട് ഷൈനോട് പറയാണ്. ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ദേഷ്യമല്ല, പക്ഷെ അത് പറയണം എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഷൈൻ കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്ര സ്പേസ് വേണം? അല്ല, അയാളോട് ചോദിക്കുന്ന ചോദ്യത്തിനെങ്കിലും അറ്റ്ലീസ്റ്റ് അയാൾക്ക് ഉത്തരം പറയാനുള്ള ഒരു സ്പേസ് ദേഷ്യപ്പെടുന്നല്ല ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പിന്നെ എന്തിനാണ് നമ്മളിവിടെ നിങ്ങളുടെ വീട്ടിലെ പെണ്ണ് ഒന്ന് കഴിഞ്ഞാൽ അച്ഛൻ സംസാരിച്ചു, അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിന് അമ്മ സംസാരിച്ചു, അമ്മ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് വല്യമ്മ സംസാരിച്ചോ? അങ്ങനെയാണ് കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻസ് ഷൈൻ അറ്റ്ലീസ്റ്റ് ഷൈനോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഷൈൻ ഒരു വാക്ക് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ വേറെ ആൾ കയറി സംസാരിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടില്ലല്ലോ. ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് കയറരുതെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ. സോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സംസാരം കഴിഞ്ഞോ? ഇനി എനിക്ക് സംസാരിക്കാം. ഓക്കെ, പേഴ്സണൽ സ്പേസിലേക്ക് കയറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇന്റർവ്യൂ അല്ലേ? അതിനായിരിക്കും എന്താ അതിനെ പറ്റി പറയാനുള്ളത്? അല്ല, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നതാണോ ഇന്റർവ്യൂ? ഒരിക്കലല്ല. ഇപ്പൊ ഇവള് ഇടയിൽ കയറി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു ഇടയിൽ കയറി സംസാരിച്ചാണോ? ആണോ? That happens in conversations. No. ഞാൻ സംസാരിക്കും. ഇപ്പൊ ഇത് സംസാരിച്ചോണ്ടിരിക്കുന്നു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ അതിനു മുന്നേ വീട് സംസാരിച്ചു, നിങ്ങൾ ചോദിച്ചിട്ടില്ല. അത് സംസാരത്തിൽ സംഭവിക്കുന്നതാണ്. അത് തന്നെ ഞാൻ മാറ്റുക. അപ്പൊ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സാധനത്തിനെ ഇല്ലാതെയാക്കിയാണ്. അങ്ങനത്തെ ഇന്റർവ്യൂസ് നമുക്ക് കണ്ടു മടുത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു മടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഒരാൾ പറയുന്നത് മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എന്തെങ്കിലും പോയിന്റ് കിട്ടുന്നത് അങ്ങോട്ട് പറയാനായിട്ട്. ചിലപ്പോൾ ആ ഫുൾ സംസാരിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ. ചിലപ്പോൾ അങ്ങനത്തെ സംഭാഷണങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ, ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. വെറുതെ ഒരാളെ ദേഷ്യം പിടിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കൊന്നും കിട്ടില്ല ഒരാളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട്. ഇവർക്ക് ചിലപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കിട്ടും. ഇതന്നെയായിരിക്കും അവർ നാളിടാനും പോണത്. അതിനായിരുന്നു ഈ പോയിന്റുകൾ യൂസ് ചെയ്യുമോ നിങ്ങൾ ഒരു ഇന്റർവ്യൂ? അല്ല, നമ്മളിപ്പം താങ്കളല്ല ആങ്കർ, താങ്കൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൊടുക്കുള്ളൂ. ഞാൻ പറയുന്ന പോലെ കൊടുക്കുള്ളൂ. തമ്പൊക്കെ ഞാൻ പറയുന്ന പോലെയാണോ? താങ്കളാണ് തീരുമാനിക്കുന്നത്. താങ്കളാണ് തീരുമാനിക്കുന്നത്. ഷൈനെ വളരെയധികം ദേഷ്യം പിടിച്ചു പോയി. എനിക്ക് ഷൈനുമായി വളരെ ദേഷ്യം പിടിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്നൊക്കെ കൊണ്ട് എന്തെങ്കിലും കൊടുക്കണല്ലേ? അങ്ങനെ കൊടുത്താൽ മതിയോ? അങ്ങനെ കൊടുത്താൽ പോരാ, ശരിക്കുള്ള കാര്യം തന്നെ കൊടുക്കണം. ഞാൻ മൂലം ഷൈനും ഗ്രേസും തമ്മിൽ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അവര് നേരിട്ട് പോലും ബന്ധമില്ലാത്ത കാര്യത്തിൽ ഗ്രേസ് ഷൈനെ വളരെയധികം ദേഷ്യം തോന്നി. ഷൈൻ എന്ന വ്യക്തിയോട് അത് ഞാൻ കാരണമാണ്, ഞാൻ മാത്രം കാരണമാണ്, എന്റെ പിഴയാണ് എന്ന് അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കണ്ട. അത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ കൊടുക്കുന്നത്. അടുത്ത ഞങ്ങള് സമയം വെറുതെ പോണു. സമയം ഇന്റർവ്യൂ ചോദ്യം ഞാൻ ആകെ 2 ചോദ്യം ചോദിക്കണം. ആ 2 ചോദ്യം കഴിഞ്ഞു. ഇനിയല്ലോ ചോദ്യം? ഇനി ചോദ്യം ഉണ്ട്. ചേഞ്ച് ആവാൻ പറ്റില്ല. ചേഞ്ച് ആവാൻ എന്തിനാണ്? ചോദിക്കോ? നിങ്ങൾ ഇന്റർവ്യൂവിന് മുന്നേ പറഞ്ഞ എന്താ? നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാനല്ലേ പറഞ്ഞേ? ഇവിടെ മാറിയേ. അപ്പൊ ചോദിക്കോ? അടുത്ത ചോദ്യങ്ങൾ ചോദിക്കോ? ഞങ്ങൾ ഇരിക്കുമല്ലോ. അതെ, സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാറിയത് പെട്ടെന്ന്? ഏത് മാറിയത്? ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്ന് പറയുന്നത് അല്ല, നമുക്ക് ചോദ്യം കഴിഞ്ഞ് ചോദിക്കാൻ ചോദ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ചോദിക്കാൻ ഇല്ല. എന്നാ പിന്നെ കഴിഞ്ഞിട്ട് ചോദിക്കോ? ഇല്ലില്ല, ഞാൻ ചോദിക്കാതെ. ചോദിക്കും. നിങ്ങൾ ഈ ചിത്രത്തിൽ അഭിനയിച്ചപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നി? കംസാറിന്റെ പടത്തിൽ ആദ്യമായിട്ടല്ല അഭിനയിച്ചത്? അതെ, ഇതിനു മുന്നേ അഭിനയിച്ചിട്ടില്ലല്ലോ. അത് ചോദിച്ച ചോദ്യമായിരുന്നു. അല്ലല്ല, നിങ്ങൾ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇതിനു മുന്നേ അഭിനയിച്ച കമൽ സാറിന്റെ പടത്തില് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ ചിത്രത്തിലാണ്? അല്ല, ഞാൻ കുറെ സിനിമ അഭിനയിച്ചു. ഏതൊക്കെ സിനിമകളാണ്? ഈ സിനിമയുടെ പേര് ചോദിച്ചാൽ ആടുപുലിയാട്ടം തൊട്ട് അഭിനയം തുടങ്ങിയാണ് ജയറാമേട്ടൻ്റെ കൂടെ. ഞാൻ അതിനൊരു സമയം കണ്ടെത്തി പോകാറില്ല. എന്റെ ജോലി ഇത് തന്നെയാണ്. അഭിനയിക്കാൻ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. താല്പര്യമുണ്ട്, ഇല്ലാന്നും പറയുന്നത്. അതെ, അറിയാലോ. സാറുമായിട്ട് നമ്മള് എന്നോട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സാറ് ഒരു സീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയ ദിവസം ഷൈനില്ല. നിങ്ങൾ തൃപ്തനായില്ല? ഞാൻ തൃപ്തനാണ്. അല്ല, എന്നാലും
നമുക്ക് ചെയ്യും തോറും കൂടുതൽ ചെയ്യണമെന്നല്ല ഉണ്ടാവും. അതെല്ലാവർക്കും മമ്മൂക്ക പറയുന്നത് അങ്ങനല്ലേ, അതാണ് പറയാം. അപ്പൊ നിങ്ങൾക്കും ഉണ്ടാവും ആഗ്രഹം. മമ്മൂക്കയുടെ വാക്കാണ് നമുക്കെല്ലാം. നിങ്ങൾ ചിത്രം കണ്ടിരുന്നു എഡിറ്റ് കഴിഞ്ഞിട്ട്? ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഡബ് ചെയ്തിട്ടില്ല നിങ്ങൾ? ഡബ് ചെയ്തപ്പോ കണ്ടു. ഡബ് ചെയ്തപ്പോ എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 സീനുകളുണ്ട്. അതിപ്പോ സിനിമ കാണുന്ന ഷൈനുമായിട്ട് ഇവരുമായിട്ടുള്ള ഒരു സീനുകളുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് ഗംഭീര സീനാണ്. എന്താണ് അത് പറയാൻ പറ്റില്ല. ടീസറും ട്രെയിലറും കണ്ടല്ലോ, അതിൽ നിന്ന് എന്താണ് ചിത്രത്തിന്റെ ഒരു കഥ നിങ്ങൾക്ക്? അതില് ചിത്രം ഷൈൻ എങ്ങനെയായിരുന്നു, എങ്ങനെ ഒരു വൈറൽ ആകുന്ന ഒരു മനുഷ്യനാണ് വിവേകാനന്ദനാണ് ഉദ്ദേശിച്ചത്. ഈ സിനിമയില് ആ ടീസറും ട്രെയിലറും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഈ സിനിമ കമൽ സാർ ഇന്ന് വരെ ചെയ്യാത്തൊരു സിനിമ. കമൽ സാർ ഒരിക്കലും ഇത്തരം സിനിമ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സിനിമ. മനസ്സിലായോ? ഇതുവരെ ചെയ്യാത്ത ഈ കഥയുടെ ഒരു പോട്ടെന്ന് മനസ്സിലായോ? അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളിപ്പോ ഓൾറെഡി ട്രെയിലറും ടീസറും കാണിച്ചല്ലോ, അതൊന്നൊരു നിങ്ങൾക്കൊരു ധാരണ കിട്ടില്ലേ? അത് കിട്ടി. എന്താ ഷൈൻ എന്ന വിവേകാനന്ദന്റെ ഒരു ലൈഫ് ഉണ്ടല്ലോ, ജീവിതം. ആ ജീവിതം ഏത് റൂട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത്? അത് ഈ പറയുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് കാണിക്കുന്നതെന്ന് തോന്നി. തീർച്ചയായിട്ടും. നിങ്ങൾ അങ്ങനെയാണോ ചിത്രത്തിൽ എടുത്തിരുന്നത്? ചെയ്യാലോ ഗ്രീസ്. ഞാനോ? ഈ പടം വരുമ്പോൾ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. വ്യക്തമായ സമയങ്ങളിൽ ചിത്രങ്ങളിലൂടെ കടന്നു പോവുകയും, അല്ലെങ്കിൽ വെറുതെ വരുന്ന ക്യാരക്ടർ അല്ല, കഥയെ നിങ്ങൾ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കഥ അങ്ങനെ പോകുന്നതുകൊണ്ട് വരുന്നതാണ് തോന്നിയിരുന്നു. തീർച്ചയായിട്ടും കഥയിലൂടെയാണ് ഈ ശരിക്കും ഈ കഥാപാത്രങ്ങളിൽ ഒരാളില്ലാതെ ഈ ഒരു വിവേകാനന്ദന്റെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ഈ കഥ നടക്കുന്നതിന്റെ ഇടയിൽ ഗ്രേസ് എന്ന് പറയുന്ന ക്യാരക്ടർ ആയതുകൊണ്ടാണ് ആ കഥ അങ്ങനെ പോകുന്നത് അല്ലേ? അതിപ്പോ വേറൊരു ക്യാരക്ടർ ആണെങ്കിൽ അത് അങ്ങനെ പോകില്ല. അല്ലാതെ സീനുകൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കഥാപാത്രങ്ങളല്ല, കഥാപാത്രങ്ങളുടെ സ്വഭാവം മൂലം ഉണ്ടാവുന്ന സീനുകളും കഥകളുമാണ്. അങ്ങനെ തോന്നിയിരുന്നു നിങ്ങളുടെ ക്യാരക്ടർ? പക്ഷെ നിങ്ങൾക്ക് അഭിനയിക്കുന്ന സമയത്ത് ഇത്രയും അഭിനയിച്ചാൽ മതിയോ എന്ന് തോന്നലുണ്ടായിരുന്നു പല സീനുകൾ എടുക്കുമ്പോൾ? നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനിതിലൊരു യൂട്യൂബ് വ്ളോഗറാണ്. ഇപ്പൊ വ്ളോഗിംഗ് എന്നൊക്കെ പറയുമ്പോൾ ബേസിക്കലി ഇപ്പത്തെ ജനറേഷൻ ആൾക്കാർക്ക് ഭയങ്കര മാനറിസംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ല. പറയണോ? നീ പറഞ്ഞു. അപ്പൊ ഗ്രേസിന്റെ കഥാപാത്രത്തിന്റെ ഇടയ്ക്ക് കയറുന്ന പ്രശ്നം ഉണ്ടാക്കലോട്ടോ. ഗ്രേസിന്റെ കഥാപാത്രം വെച്ച് ഗ്രേസ് ഇത് പറഞ്ഞു തീർന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ഗ്രേസിന്റെ കഥാപാത്രത്തെ കുറിച്ച് ചോദിക്കുന്നില്ല. ആ കഥാപാത്രം കഥയിൽ പ്രധാനപ്പെട്ടതാണോ? അതാണ് ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞു നിങ്ങൾ. കഥയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഉണ്ടാകുന്നുണ്ട്. കഥാപാത്രമാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ ചോദിക്കണം. 3 പേർക്ക് പിടിയിട്ടില്ല പരിപാടി. പ്രധാനപ്പെട്ട വെറുതെ ഒരു ചോദിക്കും ഉത്തരം പറയാം. എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു ക്യാരക്ടർ കേൾക്കുമ്പോൾ കുറച്ച് നമ്മളുടേതായിട്ടുള്ള എന്താ പറയാ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിച്ച് വെക്കുമല്ലോ. കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണും, ആൾക്കാർ എങ്ങനെയാണ് അതിൽ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നോക്കും. പക്ഷെ നമ്മളിപ്പോ ഞാനിപ്പോ ചെയ്യുമ്പോൾ സാർ ഇപ്പൊ അങ്ങനെ ചെയ്യേണ്ട, അത്രയും ചെയ്യേണ്ട, പോയി നമ്മൾ അതായത് എന്നോട് പറഞ്ഞത് ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ യൂട്യൂബ് ചാനൽ വ്ളോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരാളാണെന്നാ പറഞ്ഞത്. അപ്പൊ ദുബായിലൊക്കെ ഉള്ള അത്യാവശ്യം വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ഉള്ള പിള്ളേരുണ്ട്. അപ്പം ഡ്രസ് പാറ്റേൺ ഒക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച അത്ര അങ്ങനെയല്ല ക്യാരക്ടർ പോകുന്നത്. അതെ, അത്ര ആവശ്യമില്ല. വേറെ മീറ്ററിലാണ് പോകുന്നത്. അപ്പൊ അതിലൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം സാറ് പറയുന്നത്. അതാണ് ഇടയിൽ ചോദിച്ചിരുന്നത്. അതോ പടം പൂർണ്ണമായി കഴിഞ്ഞപ്പോ കോൺഫിഡൻസ് ആയ സാറ് പറയും ഇത്രയും എനിക്ക് ഡബ് ചെയ്യാൻ പോയപ്പോ കോൺഫിഡൻസ് ആയി. അതിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നതിനാ കേട്ടിട്ടുണ്ട്. അതാണ് അതിന് മുമ്പ് എനിക്ക് അറിയില്ല. കൂടുതലായി പോയോ സാറിനോട് ചോദിച്ചില്ലേ? സാറ് അഭിനയിച്ച് കൂടി പോയോ? അപ്പൊ അതുകൊണ്ട് എന്താ സാർ കൂടിപ്പോയോ? അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഡബിങ് കണ്ടപ്പോ എനിക്ക് തോന്നി ഈവൻ കൂടുതലായാലും ചിലപ്പോൾ സാർ അത് എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഡബിങ്ങില്. ഓക്കെ, ഞാൻ ചിത്രം കേൾക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ലേ, കഥാപാത്രവും ഈ കഥയും എങ്ങനെ വരുന്നത്. കാരണം സാറിനെ പോലുള്ള ഒരാൾ ചെയ്യുന്ന പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കൂടുതലായിട്ടും എനിക്കറിയാം.